പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സായന്നത്തിൽ ഈശോയുടെ മുന്നിലായിരിക്കുമ്പോൾ ഈശോയ്ക്ക് നന്ദി പറയാട്ടോ. ഇന്നത്തെ യാത്രകളിൽ കർത്താവ് നമ്മെ പൊതിഞ്ഞു പിടിച്ചതിന്, കണ്ടുമുട്ടിയ വ്യക്തികൾക്കൊക്കെ നമ്മുടെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും ഒക്കെ ഈശോയെ കൊടുക്കാൻ സാധിച്ചതിന്, ഈശോയോടൊപ്പം ചേർന്ന് ഇന്ന് നടക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചതിനൊക്കെ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാട്ടോ. മനുഷ്യനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ഭയത്തിൻ്റെ അരൂപികളൊക്കെ പിടികൂടുന്നുണ്ട്. അതായത് ചിലരൊക്കെ മരണഭയം, ചിലർക്ക് രോഗഭയം. അയ്യോ രോഗം വരുമോ, എൻ്റെ ജീവിതം എങ്ങനെയാവും, അങ്ങനെയാണോ ഇങ്ങനെയാണോ, രോഗഭയം. പിന്നെ ഇന്ന് പരീക്ഷാ ഭയം കുട്ടികൾക്കൊക്കെ ഉള്ളതാണ്. അത്രയും നാളും കുഴപ്പമുണ്ടാവില്ല. പരീക്ഷ എഴുതാൻ വരുമ്പോൾ പരീക്ഷയുടെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനായി, പരീക്ഷാ ഭയം. അങ്ങനെ ഒരുപാട് ഭയങ്ങളുണ്ട് മനുഷ്യന്. ആ ഭയങ്ങളുള്ളവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു വചനമാണ് 2 തിമോത്തി 1:7. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. പരിശുദ്ധാത്മാവ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവാ. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ വേണ്ടിയിട്ട് ഈ രാത്രി പ്രാർത്ഥിക്കണം. അല്ലാതെ പറ്റത്തില്ല. നമുക്ക് ഭയത്തിൽ നിന്ന് വിമോചനം കിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-1 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലന്മാർ ഈശോയുടെ മരണത്തിനപ്പുറം ഭയന്ന് കഥകടച്ചിരിക്കുക. പരിശുദ്ധ അമ്മ അവരെല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നാവുകളുടെ രൂപങ്ങളിൽ അവരിൽ ഓരോരുത്തരുടെ മേൽ വന്ന് നിറയുകയും അവർ ധൈര്യമുള്ളവരായി മാറുകയും ചെയ്തു എന്നാണ് പറയുക. പിന്നെ ലോകം മുഴുവനും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുക, വചനം പ്രഘോഷിക്കുക. പൗലോസും പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ അന്ത്രയോസും ഒക്കെ ഈശോയ്ക്ക് വേണ്ടി ചാട്ടവാറുകൾ ഏൽക്കുന്നു, മർദ്ദനങ്ങൾ ഏൽക്കുന്നു, ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായി മാറുന്നു. ഭീരുത്വമൊക്കെ പോയി ധൈര്യം അവരിലേക്ക് വന്നു. അതുപോലെ നമ്മളിലേക്കൊക്കെ ധൈര്യം വന്നെന്ന് അറിയട്ടെ. ഒരു ടീച്ചർ എന്നോട് പറയുമായിരുന്നു, അച്ഛാ ടീച്ചറായിട്ട് 20 കൊല്ലമായി, സ്റ്റാഫ് റൂമിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ളൊരു ധൈര്യമില്ലെന്ന്. അപ്പം ഞാൻ ഈ വചനം പറഞ്ഞു കൊടുത്തു. ധൈര്യം വരണമെങ്കിൽ ആത്മാവ് വരണം. ആത്മാവാ, പരിശുദ്ധാത്മാവ് ആ ധൈര്യത്തിൻ്റെ ആത്മാവ്. അപ്പം ഇന്ന് പരിശുദ്ധാത്മാവിനാൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും നിറയപ്പെടട്ടെ. നാളത്തെ ദിനം, മുന്നോട്ടുള്ള ജീവിതം സധൈര്യം നേരിടാൻ, ഏറ്റെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കരുത്ത് ലഭിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, പരിശുദ്ധാത്മാവേ, ധൈര്യത്തിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.